ഹായ് ടു എവ്രി വൺ. ഞാൻ ഇഗ്നോയിലെ സെക്കൻഡ് ഇയർ MA ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. ഈ ഒരു ചാനൽ ഇഗ്നോവിൻ്റെ വീഡിയോസ് ഇടുന്ന ചാനലല്ല, ബട്ട് ഞാൻ ഇത് ഇടുന്നത് ഇഗ്നോയിൽ ഇനി ജോയിൻ ചെയ്യുന്നവർക്കും ചെയ്തവർക്കും യൂസ്ഫുൾ ആവാനാണ്. ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ടൈമിൽ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു എബൌട്ട് എക്സാം, അസൈൻമെൻറ്റ്, ബുക്സ്. ബട്ട് പ്രോപ്പർ ഗൈഡൻസ് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഓക്കെ, ജൂൺ 2024 ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്യുന്നത്. 2 ഇയേഴ്സിന് എനിക്ക് ഒരു 20Kയുടെ ഉള്ളിലാണ് ഇൻക്ലൂഡഡ് എക്സാം ഫീസ് എനിക്ക് ആയിരുന്നത്. എക്സാമിന് 200 രൂപ ഒരു എക്സാമിന് 200 രൂപ എന്നുള്ള രീതിക്കായിരുന്നു ഫീസ് വന്നിട്ടുണ്ടായിരുന്നത്. മാർച്ചിലാണ് എക്സാം രജിസ്റ്റർ ചെയ്യാൻ ഡേറ്റ് വരിക. അതായത് ജൂണിൽ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് മാർച്ചിൽ എക്സാം രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ എക്സാമിന് അപ്ലൈ ചെയ്താൽ അടുത്ത ജൂണിലായിരുന്നു, 2025 ജൂണിലായിരുന്നു എനിക്ക് എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മാർച്ചിൽ എനിക്കൊരു 11-12 ആ ഒരു ഡേറ്റിലാണ് എനിക്ക് എക്സാം രജിസ്ട്രേഷൻ ആ ഒരു ഫോം വന്നിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് കിട്ടിയതും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം 1-2 ദിവസം കഴിഞ്ഞെന്ന് വെച്ചാൽ ചിലപ്പം നമ്മൾ ഏത് കോളേജിലാണോ, ഞാൻ കേരളവർമ്മ കോളേജിലായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ 1-2 ദിവസം വൈകിയെന്ന് വെച്ചാൽ ചിലപ്പോൾ അവിടെ സീറ്റ് ഇല്ലാതെ നമുക്ക് 1-2 എക്സാം മേ ബി എഴുതാൻ പറ്റാതെ വരാറുണ്ട്. എൻ്റെ 1-2 ഫ്രണ്ട്സിന് എഴുതാൻ പറ്റാതെ പിന്നെ അവർ ഡിസംബർ ബാച്ചിലായിരുന്നു എക്സാം എഴുതിയിരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ജൂൺ എക്സാമിന് 2 months ബിഫോർ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് ജൂണിലാണ് എക്സാം വരിക. ജൂണിൽ അടുപ്പിച്ച് നമുക്ക് എക്സാംസ് ഉണ്ടാവില്ല. ജൂൺ ലാസ്റ്റ് ജൂലൈ ഫസ്റ്റ് ആയിട്ടായിരുന്നു എനിക്ക് എക്സാംസ് ഉണ്ടായിരുന്നത്. ഗ്യാപ്പ് ഉണ്ടാവും, ഒരു ദിവസമെങ്കിലും ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് എക്സാംസ് വരില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉച്ചയ്ക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ 2 മണിക്ക് എക്സാം തുടങ്ങുകയാണല്ലോ 1:30-ക്കെങ്കിലും അവിടെ നമ്മൾ പ്രസൻ്റ് ആയിരിക്കണം. 1:30 കഴിയുമ്പോൾ നമ്മളെ ക്ലാസ്സിൽ കയറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കേരളത്തിൽ എന്തെങ്കിലും പ്രശ്നം ലൈക്ക് സ്ട്രൈക്കോ സമരമോ എന്തെങ്കിലും വന്നു എന്ന് വെച്ചിട്ട് നമ്മുടെ എക്സാം മാറ്റി വെക്കില്ല. കാരണം ഇത് കേരളത്തിലെ എക്സാം അല്ല. പിന്നെ എപ്പോഴും നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലൊരു കോളേജ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾക്ക് മിക്കവാറും ആ ഒരു കോളേജായിരിക്കും നമ്മുടെ വീട്ടിൽ നിന്നും അടുത്ത് പോയിട്ട് വരാൻ പറ്റുന്നൊരു സ്ഥലം. അപ്പോൾ മിക്കവാറും നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് അടുത്തുള്ള കോളേജ് ഏതാണോ അതിൽ തന്നെ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ എക്സാമിന് 80% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരാറുള്ളത്. ഇപ്പം ഡിസംബർ ബാച്ചിനാണെങ്കിലും വേറെ ബാച്ചിനാണെങ്കിലും ഇപ്പം നിങ്ങൾ ജൂണിൽ ജോയിൻ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ജൂണിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നോക്കുക. ഡിസംബറിൽ നോക്കിയിട്ട് കാര്യമില്ല. കാരണം ഡിസംബറിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മോഡുലേഷനും നമ്മുടെ ജൂണിലെയും നല്ല വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ജൂണിൽ ജോയിൻ ചെയ്തവർ ജൂണിൻ്റെ നോക്കുക, ഡിസംബറിന് ജോയിൻ ചെയ്തവർ ഡിസംബറിൻ്റെ ആണ് നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനത് നോക്കിയിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ എക്സാം റിസൾട്ടും വന്നു, അസൈൻമെൻറ്റ് റിസൾട്ടും വന്നു. അതിലെല്ലാത്തിലും ആവശ്യത്തിന് മാർക്ക്, ഞാൻ വിചാരിച്ചതിനേക്കാൾ മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യന് 20 മാർക്ക് വെച്ചിട്ട് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. 25 പേപ്പറുള്ള ഒരു ബുക്ക്ലെറ്റാണ് നമുക്ക് തരിക. എക്സ്ട്രാ പേപ്പേഴ്സൊന്നും ഉണ്ടാവില്ല. എക്സാം ഹാളിൽ നമുക്ക് 3 hours ടൈമാണ് തരിക. നമ്മുടെ അടുത്ത് നമ്മൾക്ക് അറിയണവരൊക്കെ ഉണ്ടാവും. മേ ബി നമുക്ക് അവരോടൊന്നും ചോദിക്കാൻ പറ്റിയ സാഹചര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എക്സാം കൃത്യസമയത്ത് തുടങ്ങുക, കൃത്യസമയത്ത് അവസാനിപ്പിക്കുക. എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് മുഴുവൻ ആ 25 പേജ് കംപ്ലീറ്റ് ആക്കുക എന്നതിലായിരിക്കും. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എന്നോട് കുറേ പേര് പറഞ്ഞൊരു അഡ്വൈസ് ആയിരുന്നു 25 പേജ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. ഒരുവിധം സ്പീഡിൽ എഴുതാൻ പറ്റുന്ന ഏതൊരാൾക്കും ആ 25 പേജ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ഞാൻ 24-23 പേജസ് മിനിമം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു എക്സാമിന് 25 പേജും എഴുതിയിരുന്നു. അപ്പം എല്ലാവരും അത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. 25 പേജ് എന്ന് പറയുമ്പം 5 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് നിർബന്ധമായും ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അറിയും ഇല്ലെങ്കിൽ അറിയില്ല എന്നുണ്ടെങ്കിലും അറിയുന്ന കാര്യങ്ങൾ എങ്ങനെയെങ്കിലും എഴുതി ആ ഒരു 5 പേജ്, ഒരു ക്വസ്റ്റ്യന് 5 പേജ് വെച്ചിട്ട് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 23-24 പേജ് വരെ നമുക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റും. അത് എഴുതിയാൽ തന്നെ നമുക്ക് 50% കൂടുതൽ നമുക്ക് ഹോപ്പ് വയ്ക്കാം എക്സാം പാസ്സാവാൻ പറ്റുമെന്ന്. പിന്നെ ഒരുവിധം പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന കാര്യത്തിൻ്റെ ചെറിയൊരു അറിവ് മതി നിങ്ങൾക്ക് ആ ഒരു എക്സാം നന്നായിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ബുക്സ് വരുന്നത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലർക്ക് ജോയിൻ ചെയ്ത് 1 മാസം കഴിയുമ്പോഴത്തേനും ബുക്സ് വരാറുണ്ട്. ചിലർക്ക് 2-3 മാസം എടുക്കും. ചിലർക്ക് എക്സാമിന് മുമ്പായിരിക്കും ചിലപ്പോൾ ബുക്സ് വരുന്നുണ്ടാവുക. എൻ്റെ ഒരു ബുക്ക് ജൂണിൽ എനിക്ക് എക്സാമാണ്, മാർച്ച് ലാസ്റ്റാണ് എനിക്ക് ആ ഒരു ബുക്ക് വന്നത്. സോ ബുക്സ് വന്നില്ല എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ സെൻറ്റർ, ആ സെൻറ്ററിലൊന്ന് കോൺടാക്ട് ചെയ്ത് ചോദിച്ച് നോക്കുക. അതർവൈസ് നിങ്ങൾക്ക് യൂട്യൂബിൽ കുറേ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമുക്ക് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ നമുക്ക്
നമ്മുടെ ഏതാണോ സബ്ജക്റ്റ് അതിൻ്റെ PDF ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓണായിട്ടൊരു ബുക്ക് വാങ്ങുക, വലിയൊരു നോട്ട് വാങ്ങിയിട്ട് ഒരു മിനിമം 3-4 പേജെങ്കിലും ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ എഴുതി അത് പഠിക്കുക. കാരണം ബുക്ക് നോക്കി നമ്മുടെ ടെക്സ്റ്റ് എന്ന് പറയുമ്പം നല്ല വൈഡായിട്ടാണ് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്, എൻ്റെ ടെക്സ്റ്റ് പേഴ്സണലി. അപ്പം അത് നോക്കി പഠിക്കുക പറയുമ്പോൾ പോസിബിൾ അല്ല. പക്ഷെ അതൊന്നും കുറച്ച് കണ്ടൻസ് എടുക്കുക. ദെൻ നിങ്ങളും ബുക്സ് റെഫർ ചെയ്തിട്ടും ഗൂഗിൾ റെഫർ ചെയ്തിട്ടും യൂട്യൂബ് റെഫർ ചെയ്തിട്ടും ഓണായിട്ട് നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഏതാണോ അതുപോലെ ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇനി നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചാൻസാണ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ജൂണിൽ ജോയിൻ ചെയ്ത് എനിക്ക് ജാനുവരി ലാസ്റ്റ് ആയിട്ടാണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വന്ന് തുടങ്ങുക. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഇഗ്നോ അസൈൻമെൻറ്റ് 2025-26 ആണ് എന്നുണ്ടെങ്കിൽ 2025-26 അടിച്ചു കൊടുത്തെന്ന് വെച്ചാൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്നതായിരിക്കും നിങ്ങളുടെ അസൈൻമെൻറ്റ്. കൺഫേം ചെയ്തതിന് ശേഷം മാത്രം അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അസൈൻമെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടുക. നോർമലി നമുക്ക് എക്സാം എഴുതുന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 5 ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ആൻസർ ചെയ്തിരിക്കണം. ദെൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെല്ലാം ഓരോ സൈറ്റുകളിൽ നിന്നും കോപ്പി ചെയ്ത് എഴുതുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്ത് എല്ലാ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് നോട്ട്സ് എടുക്കാം. പക്ഷേ അത് ഡയറക്റ്റായിട്ട് എടുക്കാതെ നിങ്ങളുടെ കുറച്ചുകൂടെ ഓണായിട്ട് ഇൻവോൾവ് ആക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അഫ്കോഴ്സ് നമ്മളെല്ലാം നമുക്ക് ഓണായിട്ട് എഴുതാൻ പറ്റണമെന്നില്ല, നമ്മൾ കുറേ സൈറ്റ്സിൽ നിന്ന് എടുക്കും. അപ്പം നല്ല നല്ല സൈറ്റുകളിൽ നിന്നും നല്ല നല്ല നോട്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ രീതിക്ക് അത് മാറ്റി എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. മിനിമം ഒരു 50-60 പേജെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അസൈൻമെൻറ്റിന് കിട്ടും. ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് 50-60 പേജോളം എഴുതിയിരുന്നു. എന്നോട് എല്ലാവരും പറഞ്ഞിരുന്നത് അസൈൻമെൻറ്റ് മാർക്ക് കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു വഴി കൂടുതൽ പേജസ് എഴുതുക എന്നുള്ളതാണ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 മാർക്കാണ് അസൈൻമെൻറ്റിന് ഉണ്ടാവുക. അതിൽ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യന് ഞാനൊരു 40-50 പേജോളം എഴുതിയിരുന്നു. പക്ഷേ പേപ്പർ വെയിറ്റേജ് നോക്കുന്ന സമയത്ത് 30% നമ്മുടെ അസൈൻമെൻറ്റ് മാർക്ക് വരുന്നത്. അപ്പം നമുക്ക് അതിൽ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിൻ്റെയും അസൈൻമെൻറ്റിൻ്റെയും മാർക്ക് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു നല്ല ഒരു പെർസെൻറ്റേജ് കിട്ടാൻ വേണ്ടി അസൈൻമെൻറ്റ് ഹെൽപ്പ് ചെയ്യും. അപ്പം അസൈൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എഴുതുന്ന സമയത്ത് നീറ്റായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതുക. പേപ്പർ വാങ്ങുമ്പോൾ ബൾക്കായിട്ട് പേപ്പർ വാങ്ങി സെയിം കളർ പേപ്പർ ചൂസ് ചെയ്യുക. ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്, ഞാൻ പേപ്പർ വാങ്ങുമ്പോൾ കുറച്ച് പേജസ് ആദ്യം വാങ്ങി അതിൽ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് പേജസ് വാങ്ങിയത്. അപ്പം ഫസ്റ്റ് വാങ്ങിയ പേജും സെക്കൻഡ് വാങ്ങിയ പേജും തമ്മിൽ ചെറിയൊരു കളർ വേരിയേഷൻ വന്നപ്പോൾ അത് ഞാൻ എഴുതി കഴിഞ്ഞിട്ടാണ് അത് ശ്രദ്ധിച്ചത്. അപ്പം ആ ഒരു മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. സെയിം പെന്ന് യൂസ് ചെയ്യുക, മാറ്റി യൂസ് ചെയ്യരുത്. ബ്ലാക്കോ ബ്ലൂവോ യൂസ് ചെയ്യുക. നോർമലി പെൻസിലും കൊണ്ട് വരച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഡിസംബറിൽ ജോയിൻ ചെയ്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി തുടങ്ങുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് ടൈം ഉണ്ടാവും. ഇപ്പം എനിക്ക് March 31 ആണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് കാണിക്കുന്നത് അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അതവർ March 31 ആ ദിവസം എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏപ്രിലാക്കും, പിന്നെ മെയ് ആക്കും. മെയ് ഏകദേശം ഹാഫൊക്കെ ആവുന്നതിനുള്ളിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ് പറയുക. അതുകൊണ്ട് അസൈൻമെൻറ്റിൻ്റെ ഡേറ്റ് ആയി എന്ന് പറഞ്ഞാൽ ആരും ടെൻഷൻ ആവേണ്ട. മാക്സിമം അസൈൻമെൻറ്റ് അവർ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ അത്ര വൈകിക്കരുത്. എത്രയും പെട്ടെന്ന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ആൻഡ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു ടൈമും വേണമല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. ദെൻ അസൈൻമെൻറ്റ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവർക്ക് ഡയറക്റ്റ് കൊണ്ട് നമുക്ക് അവിടെ എത്തിക്കാം, അല്ലെങ്കിൽ നമുക്ക് കൊറിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഡയറക്റ്റ് കൊണ്ട് എത്തിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. ഇങ്ങനത്തെ ഒരു A4 ഷീറ്റിലാണ് നമ്മൾ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതുക, ആൻസർ എഴുതുക. ദെൻ മുകളിൽ പേജ് നമ്പർ 1, 2, 3 എന്ന് കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. 4 സൈഡും ഒരു സ്കെയിൽ എത്രയാണോ അളവ് ആ ഒരു അളവിൽ 4 സൈഡിലും വരച്ചാൽ മതി. അതൊന്നും കുഴപ്പമില്ല. വലിയ ഇഷ്യൂസ് വരുന്ന കാര്യങ്ങളല്ല. എഴുതുന്ന സമയത്ത് ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയാവുക. ക്വസ്റ്റ്യൻ കറക്റ്റായി എഴുതുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക്